ഭീമേട്ടാ പേടിക്കണ്ട, ഞാൻ വെറുതെ വിളിച്ചതാ. ഇന്നലെ വരെ നീ ആ കള്ളിച്ചുക്കിയുടെ ബെസ്റ്റി ആയിരിക്കും, പക്ഷെ ഇന്ന് തൊട്ട് നീ ഈ പ്രിൻസസ് ഇന്ദുമതിയുടെ ഹസ്ബൻഡാണ്. സോ ഞാൻ പറഞ്ഞു വന്നത്, കുറച്ചും കൂടി മാന്യത വേണം ഭീം. ഈ പറഞ്ഞ മുണ്ട് മാറ്റിയിട്ടേ നല്ല എന്തെങ്കിലും തുണി ഉടുത്ത് നടന്നാൽ എന്താ കുഴപ്പം? അച്ഛനൊക്കെ ഇങ്ങനെയാണോ നടക്കുന്നത് കൊട്ടാരത്തിലൂടെ? കുറച്ച് നല്ല പോലെ ഡ്രസ്സ് ചെയ്ത് നടക്കണം. പറഞ്ഞില്ലെന്ന് വേണ്ട. വരട്ടെ കേട്ടാ. പിന്നെ ഭീം, നാട്ടിൽ നിന്നെ ചുക്കിയെയും വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട്. നീയും ചുക്കിയും തമ്മിൽ റിലേഷനിലായിരുന്നെന്നോ, നീ ചുക്കിനെ തേച്ചിട്ടാണ് എന്നെ വിവാഹം കഴിച്ചതെന്നോ മറ്റോ. എന്തൊക്കെയാണെങ്കിലും ലുക്ക് ഭീം, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഞാൻ അതിനൊന്നും ചെയ്യാൻ വേണ്ടി വരുന്നില്ല. നീ ചുക്കിയും തമ്മിലുള്ള പാസ്റ്റ് റിലേഷൻ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ നിന്റെ ഫ്യൂച്ചറും പ്രസന്റും എല്ലാം ഞാനായിരിക്കണം. ഓക്കെ? ഇനി ചുക്കിയായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും പാടില്ല. പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്തേക്ക്. അവളെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, എങ്ങനെ എന്തിലൊക്കെ അവളുണ്ടോ അവിടെ നിന്നെല്ലാം നീ അവളെ ബ്ലോക്ക് ചെയ്തേക്ക്. ഇന്ന് തൊട്ട് ഈ പ്രിൻസസ് ഇന്ദുമതി മാത്രമായിരിക്കണം നിന്റെ മനസ്സിൽ, കേട്ടോ? ഭീം, നീ വീണ്ടും ചുക്കിയുടെ വീട്ടിൽ പോയല്ലേ? ഞാൻ അറിഞ്ഞല്ലോ. ലഡു മേടിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള ക്ലീശ കള്ളം ഒന്ന് ഒഴിവാക്ക് ഭീം. അതെ, ഞാൻ എന്തായാലും നിർത്തിക്കോ, ഇന്നത്തോടു കൂടി നിർത്തിക്കോ നിന്റെ ലഡു മേടിക്കാനുള്ള പോക്ക്. അല്ലെങ്കിൽ തന്നെ ഷുഗർ എത്രയാന്ന് വിചാരിച്ചിട്ടാ ഈ ലഡു മൊത്തം തിന്നുണ്ടല്ലോ. നിനക്ക് എത്ര ഷുഗർ എന്ന് നിനക്ക് വല്ല അറിവുണ്ടോ? നിർത്തിക്കോ ഭീം. നിന്റെ ലഡു തീറ്റയും പുറത്തുള്ള ചുക്കീനെ കാണലും ഒക്കെ നിർത്തിക്കോ. നിന്റെ ലാസ്റ്റ് വാണിംഗ് ആയത്. പിന്നെ ഞാൻ ടുണ്ടുൺ മൗസിയോട് പറഞ്ഞിട്ടുണ്ട്, അടുത്ത ദിവസം തൊട്ട് അച്ഛന് സ്വീറ്റ്സ് കൊണ്ടുവരുന്ന കൂടെ നിനക്കും കൂടെ ഉള്ള ലഡു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ ഇനി ലഡു മേടിക്കാനാണെന്നും പറഞ്ഞ് ചുക്കിയെ കാണാൻ വേണ്ടി പോകണ്ട. പിന്നെ മാത്രമല്ല, ലഡു മേടിക്കാൻ നീ ചുക്കിയുടെ വീട്ടിൽ പോകുന്നത്? ലഡു മേടിക്കാൻ ടുണ്ടുൺ മൗസിയുടെ വീട്ടിൽ പോയാൽ പോരെ? എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് വിചാരിക്കണ്ട ഭീം. ഭീം, നിനക്കെന്നെ ചീറ്റ് ചെയ്യാൻ വല്ല ഉദ്ദേശമുണ്ടോ? ചുക്കി നിന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കും. കല്യാണത്തിന് ശേഷം എന്തെങ്കിലും അവിഹിതത്തിന് പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് മാറ്റി വെച്ചേക്ക്. കാര്യം എൻ്റെ അച്ഛനാണെന്ന് അറിയാലോ അല്ലേ? ഈ രാജ്യം ഭരിക്കുന്ന രാജാവാ. കഴുത്തിന് മേലെ തല വേണമെന്നുണ്ടെങ്കിൽ മാത്രം അനുസരിച്ചാൽ മതി, കേട്ടോ? ഭീം, ഇത് നിന്റെ ലാസ്റ്റ് വാണിംഗാ. നീ തീരുമാനിക്കുക. കഴുത്തിന് മുകളിൽ നിന്റെ തലയാണോ വേണ്ടത്, അതോ ചുക്കിയാണോ നിനക്ക് വേണ്ടത്? എന്ത് ലഡു? ഏത് ലഡു? ലഡു ഇല്ലാതെ ഫൈറ്റ് ചെയ്താൽ നിനക്ക് എന്താ പ്രശ്നം? അല്ല, ഈ ലഡു തരുമ്പത്തേനും നിനക്ക് എവിടെ നിന്ന് ഇത്രയും ശക്തി വരുന്നത്? ഈ ലഡു തരുന്നത് ചുക്കിയുടെ കൈ കൊണ്ടാണല്ലോ. ഇനി ചുക്കിയുടെ കൈ കൊണ്ട് തരുന്നത് കൊണ്ടാണോ നിനക്ക് ഇത്രയും ശക്തി വരാൻ കാരണം? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അതെ, കാലിയെ അടി ഉണ്ടാക്കുന്നിടത്തൊക്കെ കൂടെ പോയിട്ട് കാലിയെ പോയിട്ട് തല്ലി മറിക്കാൻ വേണ്ടിയിട്ടേ നീ ഇപ്പോൾ ലോക്കൽ ഗുണ്ടയൊന്നുമല്ല. ഈ പ്രിൻസസ് ഇന്ദുമതിയുടെ ഹസ്ബൻഡാണ്. ഭീം, നീ നിന്റെ സ്ഥാനം മറക്കരുത്. എന്റെ പൊന്നു ഭീം, നീ ഇത് മറക്കല്ലേ. എവിടെയെങ്കിലും അടി ഉണ്ടായിക്കഴിഞ്ഞാൽ കുറെ ലഡുവും കൊണ്ട് അങ്ങോട്ട് ഓടുക. ഇതാണെന്താ ലോക്കൽ ഗുണ്ടയോ? ഭീം, നിനക്കൊരു സന്തോഷമാക്കാം. നീ ഒരു ചാക്ക് ലഡു സെറ്റ് ചെയ്ത് വെച്ചോ. നമ്മുടെ നാട്ടിൽ യുദ്ധം വരാൻ പോവാ. യുദ്ധത്തിന് നീ പോണം. ഒരു ചാക്ക് ലഡു കൊണ്ട് നീ പൊക്കോ. യുദ്ധത്തിന്റെ ഏറ്റവും ഫ്രണ്ടിൽ പോണം. നമ്മുടെ എതിർ രാജ്യക്കാരെ അടിച്ചു തോപ്പിക്കണം. ഓക്കെ? അതെ, എക്സും വൈയും സെറ്റൊക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്ന് കരുതി കല്യാണത്തിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാനെങ്കിൽ കഴുത്തിന് മുകളിൽ തല കാണില്ല. ഇത് ഒരു രാജകുമാരിയുടെ കൽപ്പനയായിട്ട് കാണണ്ട. ഒരു ഭാര്യയുടെ അന്ത്യശാസനമായിട്ട് കരുതുന്നതിൽ തെറ്റില്ല. നീ യുദ്ധത്തിന് പോകുന്നില്ലെന്നോ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഭീം, നിനക്കൊരു കാര്യം അറിയാമോ? എന്നെ എന്തിനാ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്? ഭീം, ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ എത്ര ചെലവുണ്ടെന്ന് നിനക്കറിയോ? എന്തോരം ആയുധങ്ങള്, ആളുകള്, കുറേ സാധനങ്ങള്, കുതിരകള്, ആനകള്, ഭയങ്കര തൊല്ലയാന്നേ. ഇതിനൊക്കെ കൂടി ഭയങ്കര എക്സ്പെൻസ് ആവും. അപ്പം അച്ഛനാ പറഞ്ഞത്, ഭീമിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കുവാണെങ്കിൽ പിന്നെ കുറേ ലഡു മേടിച്ചു കൊടുത്തിട്ട് ഭീമിനെ അങ്ങ് വിട്ടാൽ മതിയെന്ന്. അതുകൊണ്ടാണ് നിന്നെ എന്നെ കൊണ്ട് കെട്ടിച്ചത് തന്നെ. എന്നിട്ടിപ്പോൾ നീ യുദ്ധത്തിന് പോകത്തില്ലെന്ന് പറയാം. ഭീം, ശരിയാവത്തില്ല, നടക്കത്തില്ല ഭീം, ഇത് ശരിയാവില്ല കേട്ടോ. വേഗം റെഡിയാവാൻ നോക്ക്. ഞാൻ അച്ഛനോട് പറഞ്ഞു നീ റെഡിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗം വരാൻ നോക്ക് കേട്ടോ. ഭീം, നീ വിഷമിക്കൊന്നും വേണ്ട. നിന്റെ ആദ്യത്തെ യുദ്ധമാണെങ്കിലും നീ എന്തായാലും ജയിക്കും കേട്ടോ. ഞാനിവിടെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവിടെ ഇരിക്കാൻ പോവാ കേട്ടോ. നീ വരുന്ന സമയത്ത് ടുണ്ടുൺ മൗസിയോട് പറഞ്ഞൊരു സ്പെഷ്യൽ ലഡു ഞാൻ നിനക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നീ വരുമ്പോൾ അത് ഞാൻ നിനക്ക് തരാം കേട്ടോ. ബൈ ഭീം, ടേക്ക് കെയർ.